ഹായ് ഗൈസ്, ഇന്ന് നമ്മളൊരു 7 മണി കഴിഞ്ഞപ്പോഴാണ് എണീറ്റത്. ആക്ച്വലി ഞാൻ കുറച്ചുകൂടെ നേരത്തെ എണീക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നലെ കിടന്നപ്പോൾ ഭയങ്കര ലേറ്റായി. അതുകൊണ്ട് 7 മണിക്ക് എണീക്കുന്നത് തന്നെ ഒരു ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. എണീറ്റതിന് ശേഷം ആ ജനലിലോട്ട് നോക്കിയപ്പോഴേക്കും കുറച്ച് സൺലൈറ്റും ബെഡിലേക്ക് നോക്കിയപ്പോൾ നല്ല ഒരു കോസി വൈബും ഒക്കെയാണ് ഉണ്ടായത്. ഒന്നുകൂടെ കിടക്കാൻ തോന്നി, എങ്കിലും നമ്മൾ എക്സാം അല്ലേ വരുന്നത്, കിടന്നാൽ ശരിയാവില്ലല്ലോ. ആ കേർട്ടനൊക്കെ മാറ്റി കുറച്ച് സൺലൈറ്റൊക്കെ കൊണ്ടിട്ട് നമ്മൾ നേരെ പഠിക്കാനിരിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ കെമിസ്ട്രി എടുത്താണ് ഇരിക്കുന്നത്. ആക്ച്വലി ഈ ലെസൺ ഞാൻ ആദ്യമേ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയുള്ള പഠിത്തം അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മറന്നുപോകും ചെയ്തു. അതുകൊണ്ട് തലേ ദിവസം ഇതിൻ്റെ ക്ലാസ് ഒന്നുകൂടെ 2x സ്പീഡിലിട്ട് കണ്ടതിന് ശേഷം ഇന്നലെയും ഇന്നുമായിട്ട് ഈ പാഠം മൊത്തത്തിലൊന്ന് പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്നാലും ഞാൻ എഴുതിയ നോട്ട്സ് മാത്രമേ ഞാൻ പഠിക്കുന്നുള്ളൂ. എക്സസൈസ് ഒന്നും ചെയ്ത് വെക്കാനുള്ള സമയമില്ല. എൻ്റെ എക്സാം സാറ്റർഡേ ആണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് തേഴ്സ്ഡേ ആണ്. അപ്പം നമ്മൾ എക്സാമിന് 2 ദിവസമല്ലേ ഉള്ളൂ. അപ്പം അതിനനുസരിച്ച് കുറേ പഠിക്കാനുണ്ട്. അപ്പം ഞാൻ കെമിസ്ട്രി ജസ്റ്റ് എല്ലാം ഒന്നും ചെയ്ത് നോക്കാൻ നിന്നില്ല. ജസ്റ്റ് ആ തിയറി മാത്രം ഓക്കെ നന്നായിട്ട് മനസ്സിലായി എന്നുള്ള രീതിയിൽ പഠിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. നമുക്ക് പുട്ടും മുട്ടയും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ഫുഡ് കഴിച്ചാലും എനിക്കൊരു 10 മിനിറ്റെങ്കിലും മിനിമം ബ്രേക്ക് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു 10 മിനിറ്റ് ടാബിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ ബ്രേക്ക് എടുത്ത് വന്നപ്പോൾ തോണ്ടി 20 മിനിറ്റ് ആയി. പിന്നെ മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ എടുക്കേണ്ട സബ്ജക്റ്റ് കമ്പ്യൂട്ടർ ആയിരുന്നു. എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത്രയും ലാഗ് അടിച്ച് പോണത്. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും 2 പേരക്കയുടെ കഷ്ണം കഴിച്ച് ഞാൻ കമ്പ്യൂട്ടർ എടുത്തങ്ങിരുന്നു. കമ്പ്യൂട്ടറിൽ നമുക്ക് ആകെ 3 ലെസണേ ഉള്ളൂ എക്സാമിന് വരുന്നത്. അതിൽ 2 ലെസണും എനിക്ക് ഒന്നും അറിയത്തില്ല. ആദ്യത്തെ ലെസണാണെങ്കിൽ +1 പഠിച്ച സെയിം പോർഷൻസ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നു. ബാക്കി 2ൻ്റെ ABCD അറിയാത്തതുകൊണ്ട് നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ നോട്ട്സ് എടുത്ത് പ്രിൻ്റ് എടുത്തിട്ടാണ് പഠിച്ചു തുടങ്ങുന്നത്. ഇതിൻ്റെ ABCD അറിയാത്തത് കൊണ്ട് കുറേ ടൈം എടുക്കുന്നുണ്ട് ഒരു സെൻറ്റൻസ് തന്നെ പഠിച്ചു വരാനായിട്ട്. അത് മനസ്സിലാക്കി പഠിച്ചിട്ട് അടുത്ത ഒരു ഡെഫിനിഷനോ അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും കാര്യങ്ങളോ പഠിക്കുമ്പോഴേക്കും നേരത്തെ പഠിച്ചത് മറന്നു പോകും. അങ്ങനെ എങ്ങനെയൊക്കെയോ സാധാരണ സബ്ജക്റ്റുകൾ പഠിക്കുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി സമയം എടുത്താണ് ഇതിൻ്റെ 2 പേജെങ്കിലും ഞാൻ പഠിച്ചെടുക്കുന്നത്. ആൻഡ് ഇന്നത്തേക്ക് പഠിക്കാനായിട്ട് ഞാൻ കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ പേരിങ്ങനെ എഴുതി വെച്ചായിരുന്നു. ഒരു 4-5 ലെസൺസിൻ്റെ പേര് എഴുതി വെച്ചിട്ട് അതിൽ 2-3 എണ്ണമെങ്കിലും തീർക്കണം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. ആ എഴുതി വെച്ചതിൽ ഒരു ചാപ്റ്റർ ഇതായിരുന്നു. ഇത് തീരത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എങ്കിലും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 2-3 പേജെങ്കിലും നോക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. ഇവരാണെങ്കിൽ നമ്മളോട് ഓണം എക്സാം ഉണ്ട് എന്ന് 2-3 ആഴ്ച മുന്നേ പറയുണ്ടായിരുന്നു. പക്ഷേ ടൈം ടേബിൾ ഇട്ടത് 3-4 ദിവസം മുന്നേ ആണ്. അപ്പോൾ ടൈം ടേബിൾ വന്നപ്പോഴാണ് അറിഞ്ഞത് അയ്യോ ഇത്രയും പഠിക്കാൻ ബാക്കി ഉണ്ടായിരുന്നല്ലോ എന്ന്. അതിന് മുന്നേ വരെ ചെറിയ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കിതിൽ നിന്ന് ആവശ്യത്തിന് അറിയാം എന്നുള്ള തരത്തിലുള്ളൊരു കോൺഫിഡൻസ്. പക്ഷേ ഇവരിതിൻ്റെ ടൈം ടേബിൾ ഇട്ട് ഇതിൻ്റെ പോർഷൻസും പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പകുതി നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ എന്തായാലും ഈ ഒരൊറ്റ ലെസൻ്റെ മേളിൽ 3-3.5-4 മണിക്കൂറിൻ്റെ അടുത്തങ്ങാണ്ട് ഇരുന്നിട്ടുണ്ട്. എന്നിട്ടും വെറും 3-4 പേജസാണ് നമ്മളിത് തീർന്നിട്ടുള്ളത്. എനിക്ക് പിന്നെ എക്സാം സമയത്ത് മാത്രം വരുന്ന പ്രത്യേകതരം ജലദോഷം ഇപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജലദോഷം അങ്ങനെ എക്സാം ആകുമ്പോൾ എപ്പോഴും വരുന്നതുകൊണ്ട് പിന്നെ ശീലമായി. അതുകൊണ്ട് അതൊന്നും കാര്യമാക്കത്തില്ല. അവിടെ ഇൻഹേലർ ഇരിക്കുന്നുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് എടുത്തങ്ങ് വലിക്കുക, അത്ര തന്നെ. ഇതിപ്പോൾ ഈ വീഡിയോ ക്ലിപ്പിൽ കണ്ടാൽ മനസ്സിലാവും ഞാൻ പഠിക്കുമൊന്നുമല്ല, അവിടെ എന്തോ സംസാരിച്ച് ചിരിച്ച് കളിച്ചിരിക്കുവാണ്. അപ്പം അങ്ങനെയും പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരമൊക്കെ ഇങ്ങനെയൊക്കെ വേസ്റ്റായി പോവും. അത് പറഞ്ഞിട്ട് കാര്യം ഇല്ല. നമ്മളെ ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷാണ് വരുന്നത്. ഇംഗ്ലീഷ് പിന്നെ തുറന്ന് നോക്കിയിട്ടില്ല. ഒരു പാഠം പോലും അതിൻ്റെ കഥ എന്താണെന്ന് പോലും അറിയത്തില്ല. അത് പിന്നെ തലേ ദിവസം നോക്കാം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ നീണ്ടൊരു സമയത്ത് പഠനം അങ്ങ് കഴിഞ്ഞു. പക്ഷേ പഠനം കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം ആകെ 3-4 പേജസാണ് എനിക്ക് അത്രയും നേരം കൊണ്ട് പഠിക്കാൻ പറ്റിയത്. നമ്മൾ ഉച്ചയ്ക്ക് 1:30 ആയപ്പോഴാണ് പിന്നെ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നത്. രാവിലെ തുടങ്ങിയ പഠിത്തമായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ബ്രേക്ക് വേണം, അത് നിർബന്ധമാണ്. പിന്നെ ആ ഒരു സമയത്ത് ഞാൻ മിക്കവാറും ടാബിൽ കയറി എന്തെങ്കിലുമൊക്കെ കാണാറാണ് പതിവ്. ടാബിൽ കയറുമ്പോഴേക്കും ഇപ്പം മൊത്തം ബിഗ് ബോസിൻ്റെ കട്ട്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ബിഗ് ബോസ് ഇങ്ങനെ ഫുൾ എപ്പിസോഡൊന്നും
കാണില്ല. ഇതുപോലെ കട്ട്സൊക്കെ വരുമ്പം ജസ്റ്റ് കയറി ഇന്ന് കാണുന്നേ ഉള്ളൂ. പിന്നെ ഇനി നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കലാണ്. നമ്മൾ കെമിസ്ട്രി പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിനുള്ള യൂട്യൂബ് ക്ലാസ് കാണണം. ആക്ച്വലി ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ എക്സാം ഒക്കെ വരികയല്ലേ, ഞാൻ കുറച്ച് കാലം മുന്നെയാണ് കണ്ടത്, എനിക്ക് വലിയ ഓർമ്മയില്ല. കാണാനെടുത്തപ്പോഴേക്കും കറണ്ടും പോയി. കറണ്ട് തിരുമ്പി വന്നാച്ച്. സോ ക്ലാസ് കാണാൻ തുടങ്ങാം. വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, അത് കണ്ടുവരുമ്പോഴേക്കും തനി ഇൻട്രസ്റ്റ് വന്നോളും എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അങ്ങനെ നമ്മൾ കെമിസ്ട്രിയുടെ ഒരു ലെസൻ്റെ 1 ഷോട്ട് ലൈവാണ് കാണുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെ ഉണ്ടാവുള്ളൂ. ഇതാണെങ്കിൽ ഞാൻ കുറച്ച് കാലം മുന്നേ കണ്ടൊരു വീഡിയോ ആയതുകൊണ്ടും അതിൻ്റെ നോട്ട്സ് എഴുതിയെടുത്തതായതുകൊണ്ടും ഇത് കാണുന്നതായിരുന്നു എനിക്ക് കുറച്ചുകൂടെ നല്ലത്. നല്ല ഐശ്വര്യം. കറണ്ട് പിന്നെയും പോയി വന്നു. കളിക്കണോ? പിന്നെ നമ്മൾ കുത്തിയിരുന്ന് ഈ ക്ലാസ് അങ്ങ് കാണാമെന്ന് വിചാരിച്ചു. ഇത് 2x സ്പീഡിലിട്ടായിരുന്നു കാണുന്നത്. ഞാൻ ഈ വെറുതെ കിടന്ന് ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് വിചാരിക്കരുത്. അവിടെ കോളിൽ ഒരാളുണ്ടായിരുന്നു, അപ്പം അയാളോടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിരിച്ചും കളിച്ചും കുറച്ച് സംസാരിച്ചും പിന്നെയും ക്ലാസ് കണ്ടും അങ്ങനെയൊക്കെ നമ്മൾ ക്ലാസ് കണ്ട് വരുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഫുള്ള് ക്ലാസ് ഇങ്ങനെ പെട്ടെന്ന് കാണാൻ തുടങ്ങി. കാരണം നമുക്കിത് എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ. ആക്ച്വലി ഇതിൻ്റെ നോട്ട്സ് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് അതങ്ങ് പഠിച്ച് തുടങ്ങായിരുന്നു. പക്ഷേ ഇത് ക്ലാസ് ഒന്ന് കണ്ടിട്ട് ആ നോട്ട്സ് പഠിക്കുമ്പം കുറച്ചുകൂടെ പെട്ടെന്ന് ക്ലിക്കാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ആദ്യം ഇരുന്ന് ക്ലാസ് കണ്ടത്. ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഞാൻ നേരെ മാത്സ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. മാത്സ് ചെയ്ത് പഠിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എന്ത് പറയാനാ, നമ്മളെ മൂഡ് അതിനെ സമ്മതിച്ചില്ല. എനിക്കൊട്ടും ചെയ്ത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ മാത്സിൻ്റെ നോട്ട് എടുത്തിട്ട് ലൈക്ക് ആദ്യത്തെ ലെസൺസൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 4 പേജ് മറിച്ച് നോക്കിയപ്പോഴേക്കും എനിക്ക് മടുത്തു. ശരിക്കും പറഞ്ഞാൽ പിന്നെ തോന്നി ആ സമയം കൊണ്ട് മാത്സ് എങ്ങനെയെങ്കിലും ചെയ്ത് പഠിച്ചാൽ മതിയായിരുന്നു. കാരണം കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഈ എക്സാമിന് നമുക്ക് ആദ്യത്തെ 5 ലെസണാണ് മാത്സ് എന്ന് വരുന്നത്. അതിൽ പ്രത്യേകിച്ച് 5ാമത്തെ ലെസണിലാണെങ്കിൽ കണക്കിന് ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. എപ്പോൾ ചെയ്ത് തീർക്കാനെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ അതൊക്കെ അവിടെ മടക്കി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അടുക്കളയിൽ പോയി വല്ലതും തിന്നാണ്ടോ നോക്കാനാണ് ഞാൻ ഇറങ്ങിയതെങ്കിലും ഈ സാധനത്തെ കണ്ടപ്പോൾ പിന്നെ അവിടെ പോയി അവനെ കളിപ്പിച്ച് വെറുപ്പിച്ചിട്ട് നമ്മൾ അവിടുന്ന് പോന്നു. പിന്നെ നമ്മൾ ബാക്കി പഠിക്കാനിരുന്നപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അതായത് 9 മണിയൊക്കെ ഉണ്ടായിരുന്നു. അത്രയും ലേറ്റായി പോയി. അത് ലേറ്റ് ആയതിൻ്റെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചില സാങ്കേതിക തകരാറുകളാൽ അങ്ങനെ ആയിപ്പോയി. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട കെമിസ്ട്രി ക്ലാസ്സിൻ്റെ നോട്ട്സ് എടുത്ത് വെച്ച് പഠിക്കാനാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി അത് കുറച്ചേ ഉള്ളൂ പഠിക്കാൻ, പക്ഷെ അതിൻ്റെ അകത്ത് കുറേ കൂടുതലുണ്ട് പഠിക്കാൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ 10 മണിയൊക്കെ ആവാറായപ്പോഴേക്കും നമ്മൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഉച്ചക്കത്തെ ചോറും ചിക്കനും നമ്മളെടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 11:50 PM. അങ്ങനെ 11:50 എന്ന് പറഞ്ഞ് കുറച്ച് ഷോയും കൂടെ ഇറക്കിയിട്ട് നമ്മൾ പിന്നെയും പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെയും കെമിസ്ട്രിയിൽ ആ ഒരു ലെസണിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആക്ച്വലി അത് ചെറിയൊരു ലെസണാണ്, പക്ഷെ ആ ചെറിയ ലെസണിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊന്നെങ്കിൽ മനസ്സിലാക്കി പഠിക്കണം, അല്ലെങ്കിൽ ബൈഹാർട്ടാക്കി പഠിക്കണം. മനസ്സിലാക്കി പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എനിക്കെല്ലാം ഒന്നും അങ്ങനെ മനസ്സിലാവുണ്ടായിരുന്നില്ല. അപ്പോൾ ബൈഹാർട്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും മറന്നു പോകും. മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. നമ്മൾ എക്സാം ടൈം ടേബിളിലും ഫിസിക്സിനും മാത്സിനും നമുക്ക് ഒരു ദിവസം ലീവ് കിട്ടിയിട്ടുണ്ട്. കെമിസ്ട്രിക്ക് ആ സംഭവം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കെമിസ്ട്രി നോക്കുന്നത്. എന്നിട്ടും കെമിസ്ട്രി എവിടെ എത്തുന്നില്ല. ശരിക്കും ഇതിൻ്റെ കൂടെ കമ്പ്യൂട്ടറും കൂടെ ഒന്ന് സൈഡിൽ കൂടെ നോക്കി പോകണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. പിന്നെ കഴിച്ച് ഞാൻ PYQസിൻ്റെ ആപ്സ് സജസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ എക്സാമും കാര്യങ്ങളൊക്കെ കയറി വന്നത്. അപ്പം ആപ്സ് ഏതൊക്കെയോ നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. എനിക്ക് 1-2 കിട്ടിയിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടെ ഞാൻ അതിനെക്കുറിച്ച് നോക്കി ആപ്പിലൊക്കെ ഒന്ന് കയറി നോക്കി ഓക്കെ ആണോ എന്നൊക്കെ കൺഫേം ചെയ്തിട്ട് ഞാൻ എന്തായാലും പറയാം കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൂഡ് പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി കിടന്ന് ഇറങ്ങിയാലോ എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതിനേക്കാളും വലിയ കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് സോൺ ഔട്ടായി പോകുന്നത്. എന്തെങ്കിലും ഒന്നപ്പോൾ കയറി വരും. പിന്നെ അതും ആലോചിച്ച് ഇങ്ങനെ 2 മിനിറ്റ് കുത്തിയിരിക്കും. അപ്പോഴാണ് ഓർമ്മ വരെ അയ്യോ ഫ്രണ്ടിൽ ബുക്ക് ഉണ്ടല്ലോ, നമ്മൾ പഠിക്കാനാണല്ലോ ഇരുന്നത് എന്നൊക്കെ. പിന്നെ ഈ പഠന സമയം കുറച്ചും കൂടെ രസകരമാക്കാൻ നമ്മളിവിടെ ടൈമറൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പം ഒരു മനസുഖം. പക്ഷേ എനിക്ക് ആദ്യമൊക്കെ ഈ ടൈമർ കണ്ടു കഴിഞ്ഞാൽ പേടിയായിരുന്നു.
എന്താണെന്ന് എനിക്കറിയില്ല. ഈ സമയം പോണത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ, പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു ടെൻഷനേ ഇല്ല. അങ്ങനെ നമ്മൾ എന്തായാലും ജസ്റ്റ് ഒരു അരമണിക്കൂറിൻ്റെ ടൈമറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ ഏകദേശം കഴിയാറായി വരുമ്പോഴേക്കുമാണ് നമ്മളെ ചാനലിന് 1K സബ്സ്ക്രൈബേഴ്സ് അടിച്ചത് ഗൈസ്. പങ്ക് ചെയ്തു. അപ്പോൾ ഗൈസ് നിങ്ങളോ കാരണം 1K അതിൻ്റെ സന്തോഷത്തിൽ ആ നട്ടപ്പാതിരിക്ക് പാട്ട് ഇട്ടിട്ട് നമ്മൾ ഒരു 1.5 മണിക്കൂറാണ് അവിടെ കിടന്ന് തുള്ളി കളിച്ചത്. അതിൻ്റെ മെയിൻ ക്ലിപ്സൊന്നും ഞാനിവിടെ ആഡ് ചെയ്തില്ലാന്നേ ഉള്ളൂ, ഒക്കെ വിറ്റാണ്. അത് കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് കുറച്ച് നേരം ഫാനിൻ്റെ ചോട്ടിലിരുന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ കെമിസ്ട്രി ആയിട്ട് പഠിക്കാനിരിക്കുവാണ്. അങ്ങനെ പഠിക്കാനിരുന്നപ്പോഴാണ് എനിക്ക് ഒടുക്കത്തെ ഉറക്കം വരൽ, പഠിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് പതുക്കെ പഠിക്കാനിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കട്ടൻ കാപ്പിയിൽ കുറച്ച് പൊടി കൂടി പോവുകയും ചെയ്തു, കുറച്ച് പഞ്ചസാര കുറയുകയും ചെയ്തു. പിന്നെ ഇട്ടതല്ലേ, അതുകൊണ്ട് കുടിച്ച് തീർത്ത്. എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ ലൈനിൽ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ കഴിക്കുന്നത് ഉപ്പും മുളകും കണ്ടുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്ത് അങ്ങനെ ഒന്നിച്ചിരുന്ന് ഉപ്പും മുളകും കണ്ടങ്ങ് കഴിച്ചു. ഒന്നിച്ചിരിക്കുക വെച്ചാൽ ഓളുടെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലും, അത്രേ ഉള്ളൂ. അങ്ങനെ ഈ നട്ടപ്പാതിരിക്ക് എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഉപ്പും മുളകിൻ്റെ ഒരു ഗോസ്റ്റ് എപ്പിസോഡ് വെച്ചിട്ട് ഇത് കഴിക്കുകയും കൂടെ തന്നെ കട്ടൻ കാപ്പി കുടിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം 4 മണി ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വല്ലതും പഠിക്കണോ വേണ്ടേ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ ഉണ്ട് പഠിക്കാൻ. പിന്നെ എഡിറ്റ് ചെയ്യാനും വേറെ ഒരു ലോഡ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് നോക്കി കുറച്ച് നേരം നമുക്ക് വീഡിയോ ഇരുന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളൊരു 4:45 അടുപ്പിച്ച് വീഡിയോ എഡിറ്റൊക്കെ ചെയ്തതിന് ശേഷം മേലൊഴുകിയിട്ട് നേരെ കയറി കിടന്നുറങ്ങാനാണ് ഞാൻ പോയത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പം ശരി എന്നാൽ.